ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോൺസിൻ്റെ സൺസ്ക്രീൻ വീഡിയോ ആണ്. ഈ ഒരു സൺസ്ക്രീനാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത്. 325 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ഞാനൊരു സൺസ്ക്രീനിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സൺസ്ക്രീം നമ്മുടെ മുഖത്തിടുമ്പോൾ ചെറിയ രീതിയിലുള്ള വൈറ്റ് കാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സൺസ്ക്രീം ഇടുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ നിയാസിനാമൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കും. അപ്പോൾ ഇത് പോൺസിൻ്റെ സിറം ബൂസ്റ്റ് സൺസ്ക്രീൻ ആണ്. SPF 50 PA++ ആണ്. ഇതിലവർ മെൻഷൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെ എല്ലാം വളരെ കറക്റ്റാണ്. നോൺ ഓയിലി ആണ്, അതുപോലെ നോ വൈറ്റ് കാസ്റ്റ് ആണ്. ഈ ഒരു സൺസ്ക്രീന് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ പോൺസിൻ്റെ തന്നെ മറ്റൊരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആകും. അതുമാത്രമല്ല, ഇത് ജെൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല. പക്ഷെ മറ്റേതിൽ നല്ല രീതിയിലുള്ള വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അതായത് പുട്ടി അടിച്ച പോലെയായിരിക്കും കുറച്ച് നേരം നമ്മുടെ മുഖം അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം ചെയ്ത സൺസ്ക്രീനിൻ്റെ പിക്ക് ഇതാണ്. ഇതെന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ക്രീമാണ്, ഇത് ജെല്ലാണ്. അപ്പോൾ എന്തുകൊണ്ടും മറ്റേതിനേക്കാൾ നല്ലത് ഈ ഒരു പോൺസിൻ്റെ സിറം ബൂസ്റ്റ് സൺസ്ക്രീനാണ്. അതും വിത്ത് ജെല്ലാണ്. മറ്റേത് ക്രീം ബേസ്ഡ് ആണ്. മറ്റേ സൺസ്ക്രീനിൽ ഈ വൈറ്റ് കാസ്റ്റ് ഉള്ളതുകൊണ്ട് താടിയുള്ളവരൊക്കെ തേക്കുവാണെങ്കിൽ താടിയുടെ ഇടയിലൊക്കെ അത് പോയിരുന്നിട്ട് ഭയങ്കര പാടാണ് പോകാനായിട്ട്. നമ്മൾ ഈ പൗഡർ കലക്കി മുഖത്ത് തേച്ച് കൊടുത്തൊരു ഫീലായിരിക്കും. അപ്പോൾ മറ്റേ സൺസ്ക്രീനേക്കാളും എന്തുകൊണ്ടും 100% ബെറ്റർ ഈ ഒരു സൺസ്ക്രീനാണ്. അതുമാത്രമല്ല, ഇത് ജെൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകും. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് സൺസ്ക്രീനിലും ഒരേ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതിലും നിയാസിനാമൈഡ് അടങ്ങിയിട്ടുണ്ട്, ഇതിലും നിയാസിനാമൈഡ് അടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ജെൽ ബേസ്ഡ് ആണ്, അത് ക്രീം ബേസ്ഡ് ആണ്. ഇതിൽ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, അതിൽ വൈറ്റ് കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എൻ്റേതും ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പോൺസിൻ്റെ സൺസ്ക്രീനിൻ്റെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം.